ഹായ് ഓൾ, ഗ്ലാം ആൻഡ് ട്രിപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ബിഗിനേഴ്സ് മേക്കപ്പ് കിറ്റായിട്ടാണ്. അതായത് ബിഗിനേഴ്സിന് പറ്റിയ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, മേക്കപ്പ് ചെയ്യണം പക്ഷേ പ്രോഡക്റ്റ്സ് ഒന്നും അറിയത്തില്ല, അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിൽ പോകുന്നതിനേക്കാളും മുൻപ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മുടെ സ്കിൻ നമുക്ക് എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടും പ്രെപ്പായിട്ടും ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. അതായത് ഞാനിവിടെ യൂസ് ചെയ്യുന്ന പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ്. ഇത് ഞാൻ ചെറിയ പാക്കാണ് വാങ്ങിച്ചത്. ഇതിനൊരു 50 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ്. നല്ലൊരു മോയ്സ്ചറൈസറാണ്, ജെൽ ബേസ്ഡ് ആണ്. ഓയിലി സ്കിൻകാർ ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസർ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റേത് ഭയങ്കരമായിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും നമ്മുടെ സ്കിന്നിലേക്ക്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. രണ്ടാമത് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രൈമറാണ്. പ്രൈമറിന് ഞാനിവിടെ എടുത്തേക്കുന്നത് ബ്ലൂ ഹെവൻ്റെ പ്രൈമറാണ്. ബ്ലൂ ഹെവൻ ഓയിൽ ഫ്രീ ഫ്ലോലെസ് മേക്കപ്പ് ബേസ് പ്രൈമർ. ഈ പ്രൈമർ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി, സ്മൂത്തൻ ആവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മൾ ഒരു റഫ് സ്കിന്നിൽ ഡയറക്റ്റായിട്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാമെന്ന് വെച്ചോ, അത് നമ്മുടെ സ്കിന്നിൽ അത്ര സ്യൂട്ടാകത്തില്ല ഇൻ ദ സെൻസ് പറയുന്നത് ഒരു മൊരി പോലെയൊക്കെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് റഫായിട്ട് ഭയങ്കര കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഒരു നമ്മൾ ഈ വൈറ്റ് പാച്ചസ് പോലെയൊക്കെ വരത്തില്ലേ, മൊരി പോലെയൊക്കെ വരത്തില്ലേ, അതേപോലെയൊക്കെ വരും. അപ്പം നമ്മുടെ ഇതിടുമ്പോൾ ഈ പ്രൈമർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, ഞാനിപ്പോൾ ഒരു കാണിച്ചു തരാം. കുറച്ച് എടുത്ത് നമ്മൾ ഒരു ചെറിയ പോർഷൻ എടുത്ത് കയ്യിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ ഈ പ്രൈമർ ഇട്ട ഭാഗം ഒന്ന് ടച്ച് ചെയ്ത് നോക്കി, നല്ല സ്മൂത്താണ്. നമ്മൾ ഇതിൻ്റെ മേതെ നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട ഒരു ബാരിയറായിട്ട് ഇത് ആക്ട് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് നമ്മുടെ സ്കിന്നിന് ഡാമേജും ഉണ്ടാകത്തില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഫൗണ്ടേഷനാണ്. പ്രൈമർ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പാണ് ഫൗണ്ടേഷന് വേണ്ടിയിട്ട് ആസ് യൂഷ്വൽ ലാക്മി ആണ്. ഇതാണ് അഫോർഡബിൾ, അതാണ് ഞാൻ ഇത് തന്നെ കാണിക്കുന്നത്. അഫോർഡബിൾ മാത്രമല്ല, ലാക്മി നല്ല ബ്രാൻഡാണ്. ലാക്മിയുടെ തന്നെ പല വെറൈറ്റി ഫൗണ്ടേഷൻ ഉണ്ട്. പക്ഷേ അതിൽ നിന്ന് ഏറ്റവും നല്ലത് ഈ 925 പ്രൈമർ മാറ്റ് ഫൗണ്ടേഷനാണ്. അതായത് ഇത് പ്രൈമറായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പ്രൈമർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഫൗണ്ടേഷൻ ഒരു അത്ര പെട്ടെന്ന് ഓക്സിഡൈസ് ആവത്തില്ല. ഇത് അഫോർഡബിൾ ആണെങ്കിലും ഒരു 500-നുള്ളിൽ. ഞാനിത് വാങ്ങിച്ചത് 375-ലാണ്. ബിഗ് ബില്യൺ ഡേയ്സ് അതിനാണ് ഇത് വാങ്ങിച്ചത്. നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്ലെൻഡർ സ്പഞ്ച് ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിന് 50 റുപ്പീസ് എന്തോ ഉള്ളൂ. ബ്ലെൻഡർ ഉപയോഗിക്കാം, ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നതിന് ബ്രഷ് ഉപയോഗിക്കാം. ഇത് നല്ല അടിപൊളി ബ്രഷാണ്. നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ നല്ല സോഫ്റ്റ് ബ്രഷാണ്. നല്ല സോഫ്റ്റാണ്. ഇതിൻ്റെ തന്നെ എനിക്ക് തോന്നുന്നു 4 ഇതേപോലത്തെ ബ്ലഷും ഫൗണ്ടേഷൻ ബ്രഷും ബ്ലഷ് ബ്രഷ്, അതേപോലെ തന്നെ ഹൈലൈറ്റർ ബ്രഷ്, എല്ലാം ഒരു 4 എണ്ണം കിട്ടും ഇതേപോലത്തെ. അതേപോലെ നമ്മുടെ ഐ ഷാഡോ ബ്ലെൻഡ് ചെയ്യേണ്ട ബ്രഷാണിത്. ഇതെല്ലാം ഒരുമിച്ചാണ് ഞാൻ വാങ്ങിച്ചത്.
ഒരു 250 റേഞ്ച്, ആ റേഞ്ചൊക്കെ ആയിട്ടുണ്ട്. ഇത് ഐഷാഡോ നന്നായിട്ട് ബ്ലെൻഡ് ആവും, കണ്ണിൻ്റെ മീതെ നല്ല പോലെ ഇത് ബ്ലെൻഡ് ആവും. അപ്പോൾ ഈ ബ്രഷും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. അതുപോലെ തന്നെ അടുത്തത് നമ്മൾ എടുക്കാൻ പോകുന്നത് മസ്കാരയാണ്. മസ്കാരയ്ക്ക് ഞാനിവിടെ 2 ഓപ്ഷൻ വെക്കുന്നുണ്ട്. നമ്മുടെ മേബിലിൻ്റെ ഈസി വാഷ് ഹൈപ്പർ കേൾ മസ്കാര, ഇത് നല്ല അടിപൊളി മസ്കാരയാണ്. ഈസി വാഷാണ്, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഈസി വാഷാണ്. നമ്മൾ ജസ്റ്റ് ഫേസ് വാഷ് ഇട്ട് കഴുകി ഇങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്യുമ്പോഴത്തേക്കിന് മസ്കാര പോകും. പക്ഷേ ഇതിൻ്റെ തന്നെ വാട്ടർ പ്രൂഫ് ഉണ്ട്, അത് നല്ല പാടാണ് റിമൂവ് ചെയ്യാൻ. അത് ഞാൻ അധികം പ്രിഫർ ചെയ്യത്തില്ല. ഞാൻ രണ്ടാമത്തെ ഓപ്ഷൻ ഞാൻ കാണിക്കുന്നത് നമ്മുടെ മാസിൻ്റെ മസ്കാരയാണ്. മാസ് ഒരു 200 ബിലോയെ വരുന്നുള്ളൂ. നല്ല കിട്ടില്ല മസ്കാരയാണ്. നല്ല വോളിയമൈസിങ്, ലെങ്തണിങ്, എന്താ പറയുക, അടിപൊളി മസ്കാര. നല്ല ലാഷൊക്കെ നല്ല തിക്കായിട്ട് നിൽക്കും. പക്ഷേ ഇതിനും സെയിം ഇഷ്യൂ ഉണ്ട്, വാട്ടർ പ്രൂഫാണ്. ഓയിൽ വെച്ച്, പക്ഷേ മേബിലിൻ്റെ അത്രയും പ്രശ്നമില്ല കേട്ടോ. ഓയിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യുമ്പോഴത്തേക്കിനും ഇത് പോകും. അടുത്തത് മാസിൻ്റെ മസ്കാരയാണ്. ഞാൻ സെക്കൻഡ് ഓപ്ഷനായിട്ട് മസ്കാരയ്ക്ക് വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഐബ്രോ ഫില്ല് ചെയ്യാൻ, ഓൾറെഡി എല്ലാവർക്കും അറിയാമായിരിക്കും, ഐബ്രോ കിറ്റ് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഐബ്രോ കിറ്റാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ ഐബ്രോ ഫില്ല് ചെയ്തൊരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അത് താഴെ ചെക്ക് ചെയ്ത് കാണുക. ഐബ്രോ ഞാൻ സെക്കൻഡ് ഓപ്ഷൻ വെക്കുന്നത് മ്യൂസിക് ഫ്ലവറിൻ്റെ ജെൽ ഐലൈനറാണ്. അതായത് അത് 2 ഓപ്ഷനായിട്ട് വരും. ഒന്ന് ഐബ്രോസിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ജെൽ ബേസ്ഡ് ആവുമ്പോൾ അത് വാട്ടർ പ്രൂഫ് ആയിരിക്കും, പെട്ടെന്ന് ഒലിച്ച് പോവില്ല. അത് 2 എണ്ണമായിട്ടാണ് വരുന്നത്. ഇത് അതിൻ്റെ ബ്ലാക്ക് ആണ്, മ്യൂസിക് ഫ്ലവറിൻ്റെ ബ്ലാക്ക്. ഇത് നമുക്ക് കാജലായിട്ട് ഉപയോഗിക്കാം, ഐലൈനറായിട്ട് ഉപയോഗിക്കാം. ഇത് ബ്ലാക്ക് ആണ്. ഇത് ബ്രൗൺ ആണ്. ഇത് നമുക്ക് ഐബ്രോസിന് ഉപയോഗിക്കാം. അണ്ടർ വാട്ടർ ലൈനിൻ്റെ അവിടെ ന്യൂഡ് മേക്കപ്പിന് നമുക്ക് ഉപയോഗിക്കാം. ഇത് ബ്രൗൺ ഷെയ്ഡാണ്. കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട്, കാണുന്നുണ്ടോ? ബ്രൗൺ ആണ്. ഇതിന് തന്നെ 2 ബ്രഷ്, ഒന്ന് ഐബ്രോ ഫില്ല് ചെയ്യാനുള്ള ബ്രഷും വാട്ടർ ലൈനും ഐലൈനറും എഴുതാനായിട്ട് 2 ബ്രഷാണ് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ അവൈലബിൾ ആവുന്നത്. ബ്രഷൊക്കെ ഇവിടെ ഉണ്ട്. ബ്രഷ് ചെറിയ കുഞ്ഞ് ബ്രഷാണ്, നമ്മുടെ ഈ ഒരു ഫിംഗറിൻ്റെ അത്രയും വലുപ്പമുള്ള ചെറിയ ബ്രഷാണ്. ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. പിന്നെ നമ്മൾ അടുത്തായിട്ട് ലിപ്സ്റ്റിക്കാണ്. ഫൈനലി ലിപ്സ്റ്റിക്കാണ് ബിഗിനേഴ്സിന് മേക്കപ്പ് കിറ്റിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത്. ലിപ്സ്റ്റിക്കിന് ഞാനിവിടെ മേബിലിൻ്റെ ലിപ്സ്റ്റിക്കാണ് എടുത്തേക്കുന്നത്. ബ്രിക്ക് ഷെയ്ഡാണ്. അത്യാവശ്യം നമുക്ക് ഫേസ് ബ്രൈറ്റൻ അപ്പ് ആവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കളറാണ്. ബ്രിക്ക് ഷെയ്ഡാണ്. ഇതിൻ്റെ ലിങ്കും ഞാൻ താഴത്തെ ഇട്ടേക്കാം. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സ്പൂൾ ചെയ്തെടുക്കുക. ഇതാണ് അതിൻ്റെ ഷെയ്ഡ്. സെക്കൻഡ്, നല്ല ഷെയ്ഡാണ്, നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണ്. ഇത് ഡസ്റ്റി സ്കിന്നുള്ളവർക്ക് നന്നായി ചേരും. ഡസ്റ്റി സ്കിന്നാകട്ടെ, ഫെയർ ആകട്ടെ, നോർമൽ ആകട്ടെ, എല്ലാവർക്കും നല്ലോണം ചേരുന്ന ഒരു ഷെയ്ഡാണ്. നല്ല ഷെയ്ഡാണ്. ഞാനതാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ടച്ച് ചെയ്തു, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടേ ഉള്ളൂ. വാട്ടർ പ്രൂഫാണ്, ട്രാൻസ്ഫർ പ്രൂഫാണ്.
അപ്പോൾ ഇതാണ് നമ്മുടെ ബിഗിനേഴ്സിന് അഫോർഡബിൾ ആയിട്ട് ഉള്ള ഒരു കുട്ടി മേക്കപ്പ് കിറ്റ്. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.